1971 പാകിസ്ഥാന്റെ നെഞ്ചു പിളർന്ന് ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യം പിറന്ന ചരിത്രം നമ്മൾ വായിച്ചറിഞ്ഞതാണ്. കൃത്യം 55 വർഷങ്ങൾക്കിപ്പുറം ലോക ഭൂപടത്തിൽ നിന്നും പാകിസ്ഥാന്റെ മറ്റൊരു കഷ്ണം കൂടി അടർന്നു മാറാൻ പോകുന്നു. അതെ, ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന, പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന പാക് അധീന കാശ്മീർ അഥവാ POKയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അന്താരാഷ്ട്ര സമൂഹത്തെ പോലും ഞെട്ടിക്കുന്നതാണ്. പാകിസ്ഥാന്റെ ഉരുക്കുമുഷ്ടിക്കും സൈനിക ഭീകരതയ്ക്കുമെതിരെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിൽ അണിനിരന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം വേണം. ഇത് കേവലം വിലക്കയറ്റത്തിനെതിരെയോ നികുതിക്കെതിരെയോ ഉള്ളൊരു സാധാരണ സമരമല്ല. പതിറ്റാണ്ടുകളായി പാക് ഭരണകൂടം ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കെതിരെ ജനങ്ങൾ ഒന്നടങ്കം ആയുധമെടുക്കാൻ വരെ തയ്യാറായി ഇറങ്ങിത്തിരിച്ച ഒരു വൻ വിപ്ലവത്തിന്റെ തുടക്കമാണ്. പാക് സൈന്യത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് കശ്മീരി നേതാക്കൾ പരസ്യമായി വിളിച്ചു പറയുന്നു, ഞങ്ങളെ നശിപ്പിച്ചത് പാക് പട്ടാളമാണ്, ഞങ്ങൾക്ക് ഇന്ത്യയുമായി കൈകോർക്കണം. എന്താണ് യഥാർത്ഥത്തിൽ പാക് അധീന കശ്മീരിൽ സംഭവിക്കുന്നത്? പാകിസ്ഥാന്റെ ഭൂപടം ഒരിക്കൽ കൂടി മാറാൻ പോവുകയാണ്. ഈ വൻ ജനവിസ്ഫോടനത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന വസ്തുതകളിലേക്ക് കണ്ണോടിക്കാം, ഇതുവരെ മാപ്രകൾ ആരും മിണ്ടാത്ത സത്യത്തിന് വേണ്ടി. അടുത്തിടെ പാക് അധീന കശ്മീരിലെ റാവൽകോട്ട് ഈദ്ഗാ മൈതാനത്ത് നടന്നൊരു കൂറ്റൻ റാലിയിലൂടെയാണ് കാര്യങ്ങൾ പാക് സർക്കാരിന്റെ കൈകളിൽ നിന്നും പൂർണ്ണമായും കൈവിട്ടുപോയത്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അഥവാ JAC-യുടെ നേതൃത്വത്തിൽ നടന്ന ആ റാലിയിൽ പങ്കെടുത്തത് 80,000-ലധികം സാധാരണ ജനങ്ങളായിരുന്നു. തോക്കുകളും കവചിത വാഹനങ്ങളുമായി പാക് സൈന്യം ചുറ്റും കാവൽ നിൽക്കുമ്പോഴാണ് ആ വേദിയിൽ നിന്നും പാകിസ്ഥാന്റെ മുഖത്തടിക്കുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. JAC-യുടെ മുതിർന്ന നേതാവ് സർദാർ അമൻ ഖാൻ മൈക്രോഫോണിന് മുന്നിൽ വന്ന് പാക് സൈന്യത്തെ വിറപ്പിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെയാണ് പടരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ ശാന്തസുന്ദരമായ കശ്മീരിലേക്ക് ആദ്യമായി ഭീകരവാദവും ആയുധങ്ങളും വെടിക്കോപ്പുകളും കടത്തിവിട്ടത് മറ്റാരുമല്ല, അത് പാകിസ്ഥാൻ സൈന്യമാണ്. അന്നിവിടെ അശാന്തി വിതയ്ക്കാൻ തങ്ങളുടെ കൈകളിൽ തോക്കുകൾ തന്നവർ ഇന്ന് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി സമാധാനപരമായി സമരം ചെയ്യുന്ന ഞങ്ങളെ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നു. എത്ര സുശക്തവും ധീരവുമായി തുറന്നു പറച്ചിൽ! പാകിസ്ഥാൻ കാലങ്ങളായി ലോകത്തിന് മുന്നിൽ കെട്ടിപ്പൊക്കിയ നുണക്കഥകളുടെ കോട്ടയാണ് അവരുടെ സ്വന്തം മണ്ണിൽ നിന്നും ആ പ്രാദേശിക നേതാവ് തകർത്ത് കളഞ്ഞത്. ലഷ്കർ-ഇ-തൊയ്ബയ്ക്കും ജെയ്ഷെ-മുഹമ്മദിനും വേണ്ടി പരവതാനി വിരിക്കുന്ന പാക് ഭരണകൂടം സിവിൽ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സാധാരണക്കാരെ ജയിലിലടയ്ക്കുകയാണ്. നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ-മുഹമ്മദിന്റെ റാലിക്ക് കനത്ത സുരക്ഷയൊരുക്കാൻ റാവൽകോട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ ഉത്തരവിറക്കുമ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തത് ഈ ജനക്കൂട്ടമാണ്. ഭീകരർക്ക് കാവൽ നിൽക്കുന്ന ഭരണകൂടം കശ്മീരികളെ ജീവനോടെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി POKയിൽ പുകയുന്ന ജനരോഷം ഇപ്പോൾ ഒരു ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഓർക്കൂ പാകിസ്ഥാന്റെ അവസ്ഥ. ബലൂചിസ്ഥാൻ, സിന്ധ് പ്രവിശ്യ, ഇപ്പോൾ പാക് അധീന കശ്മീരും. ഇതിന് പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അതിലും ക്രൂരമായ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളുമാണ്. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഈ ജനകീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ഇസ്ലാമാബാദ് ഭരണകൂടം ക്രൂരമായൊരു നീക്കം നടത്തിയിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന JAC മൂവ്മെന്റിനെ ഭീകരവിരുദ്ധ നിയമപ്രകാരം അവർ നിരോധിച്ചു. അത്രയും കൊണ്ട് തീർന്നില്ല. ഇതിന്റെ മുന്നണി പോരാളികളായ നേതാക്കളുടെ തലയ്ക്ക് 1 കോടി പാകിസ്ഥാനി രൂപയാണ് പാക് സർക്കാർ പ്രതിഫലം പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ഭീഷണി കണ്ട് ഭയന്നോടാൻ കശ്മീരി ജനത തയ്യാറായിരുന്നില്ല. ഈ പ്രഖ്യാപനം വന്നതോടെ 1 ലക്ഷത്തിലധികം ജനങ്ങളാണ് ഒരൊറ്റ രാത്രി കൊണ്ട് തെരുവിലേക്ക് ഒഴുകിയെത്തിയത്. റാവൽകോട്ടിലും മുസഫറാബാദിലും പ്രതിഷേധിച്ച സാധാരണക്കാർക്ക് നേരെ പാക് സുരക്ഷാ സേന ക്രൂരമായിട്ട് വെടിയുതിർത്തു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനക്കൂട്ടത്തിന് നേരെയുണ്ടായ അടിച്ചമർത്തലിൽ 20-ലധികം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇവിടെ ചിലർക്ക് പാക് പ്രേമമുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ഈ വാർത്ത. 100 കണക്കിന് ആളുകൾക്ക് മാരകമായി പരിക്കേറ്റു. ഈ ചൊരിച്ചിലിൽ അതിർത്തിക്കപ്പുറമുള്ള ഇന്ത്യൻ കശ്മീരിലും ജമ്മുവിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. തങ്ങളുടെ പൗരാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക, രാഷ്ട്രീയ പങ്കാളിത്തം ഉറപ്പാക്കുക, ഭരണകൂട ഭീകരത അവസാനിപ്പിക്കുക തുടങ്ങിയ ന്യായമായ 38 ആവശ്യങ്ങളാണ് ജനങ്ങൾ പാക് സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ ആവശ്യങ്ങൾ ഉടനടി അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ഇത് കേവലം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായിരിക്കില്ല, മറിച്ച് പാകിസ്ഥാനിൽ നിന്നുള്ള പൂർണ്ണമായ സ്വതന്ത്ര പ്രഖ്യാപനമായിരിക്കുമെന്ന് നേതാക്കൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമുക്കിതിൻ്റെ പശ്ചാത്തലം കൂടി ഒന്ന് വ്യക്തമായി പരിശോധിക്കാം. പാക് അധീന കശ്മീരിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ഇത്രയധികം വെറുക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്, വിഭവങ്ങളുടെ കൊള്ളയടിക്കൽ. പാക് അധീന കശ്മീരിലെ നദികളിൽ നിന്നും പ്രകൃതി വിഭവങ്ങളിൽ നിന്നുമാണ് പാകിസ്ഥാൻ ഭൂരിഭാഗം ജലവൈദ്യുത പദ്ധതികളും നടപ്പിലാക്കുന്നത്.
ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലേക്കും ഇസ്ലാമാബാദിലേക്കും തുച്ഛമായ വിലയ്ക്ക് കടത്തിക്കൊണ്ടുപോകുന്നു. എന്നാൽ ഇതേ വൈദ്യുതിക്ക് കശ്മീരിലെ ജനങ്ങൾ നൽകേണ്ടി വരുന്നത് താങ്ങാൻ കഴിയാത്തത്ര വലിയ തുകയാണ്. സ്വന്തം മണ്ണിലെ വിഭവങ്ങൾ കൊള്ളയടിച്ച് പാകിസ്ഥാൻ വളരുമ്പോൾ കശ്മീരികൾ ഇരുട്ടിലാണ്. രണ്ടാം തരം പൗരന്മാർ എന്ന രീതിക്കാണ് ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്. പാകിസ്ഥാൻ ഭരണഘടനയനുസരിച്ച് POK ജനതയ്ക്ക് പൂർണ്ണമായ പൗരാവകാശങ്ങളില്ല. അവരെക്കാലവും രണ്ടാം തരം പൗരന്മാരായിട്ടാണ് ഇസ്ലാമാബാദ് കണ്ടിട്ടുള്ളത്. രാഷ്ട്രീയമായോ ഭരണപരമായോ ഉയർന്ന പദവികളിലെത്താൻ ഇവിടെയുള്ളവർക്ക് അനുവാദമേ ഇല്ല. മൂന്നാമത്, സാമ്പത്തിക പട്ടിണി, എക്കണോമിക് കൊലാപ്സ്. പാകിസ്ഥാൻ മൊത്തത്തിൽ കടക്കിണിയിലാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഗോതമ്പിനും മാവിനും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കും എല്ലാം POKയിൽ വില ആകാശത്തോളമാണ്. സബ്സിഡികൾ മുഴുവൻ പാക് സർക്കാർ നിർത്തലാക്കി. ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും പാക് സൈനിക ജനറൽമാർ ആഡംബര ജീവിതം നയിക്കുന്നുണ്ട്. സമാധാനപരമായി സമരം ചെയ്യുന്നവരെ ഭീകരവിരുദ്ധ നിയമങ്ങൾ ഉപയോഗിച്ച് കൂട്ടത്തോടെ ജയിലിലടച്ചാൽ പ്രക്ഷോഭം അവസാനിക്കുമെന്നാണ് പാക് പ്രധാനമന്ത്രിയും സൈന്യവും എല്ലാവരും കരുതുന്നത്. എന്നാൽ അവിടെയാണ് പാകിസ്ഥാന് തെറ്റിയത്. പ്രധാന നേതാക്കളെ അറസ്റ്റ് ചെയ്തതോടെ ജനങ്ങൾ ആവേശത്തോടെ ജയിലുകളിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഞങ്ങളുടെ നേതാക്കളെ പാർപ്പിക്കാൻ നിങ്ങളുടെ ജയിലുകളിൽ സ്ഥലമുണ്ടോ എങ്കിൽ ഞങ്ങൾ എല്ലാവരും ജയിലിൽ വരാൻ തയ്യാറാണ്. ഇതാണ് ജനങ്ങളുടെ മുദ്രാവാക്യം. ജയിലിൽ കിടക്കുന്നവരോട് പാക് സൈന്യം അതിക്രൂരമായ മൂന്നാം മുറയാണ് പ്രയോഗിക്കുന്നത് എന്ന വാർത്തകൾ അതുകൂടി പുറത്തു വന്നതോടെ ജനങ്ങളുടെ വിയോജിപ്പ് ഇപ്പോൾ കടുത്ത രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ശത്രുതയായി രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ അവസ്ഥ കാണുമ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഒന്ന് മാത്രമാണ്: ഇത് കൃത്യം 1971 കിഴക്കൻ പാകിസ്ഥാന്റെ ഇന്നത്തെ ബംഗ്ലാദേശിന്റെ അവസ്ഥയാണ്. അന്ന് കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി ജനതയെ പാക് ഭരണകൂടം ഇതേപോലെ അവഗണിച്ചു, അടിച്ചമർത്തി, ക്രൂരമായി കൊന്നൊടുക്കി. ഒടുവിൽ സഹികെട്ട് ജനങ്ങൾ തിരിഞ്ഞുകുത്തിയപ്പോൾ പാകിസ്ഥാൻ രണ്ടായി പിളർന്നു. അതേ തെറ്റുകൾ, അതേ അഹങ്കാരം പാകിസ്ഥാൻ ഇന്ന് കശ്മീരിന്റെ മണ്ണിലും ആവർത്തിക്കുകയാണ്. കശ്മീരി ജനതയ്ക്ക് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തെയും അവരുടെ പച്ചക്കൊടിയെയും പൂർണ്ണമായും മടുത്തു കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി POK നേതാക്കൾ പരസ്യമായി ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇത്രയും കാലം അവർ ഈ വിഷയത്തിലൊന്നും മിണ്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അതിർത്തിക്കിപ്പുറമുള്ള ജമ്മു കശ്മീരിൽ ഇന്ത്യ നടപ്പിലാക്കുന്ന വികസനങ്ങളും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സമാധാനവും ഇവർ കാണുന്നുണ്ടല്ലോ. റോഡും എയിംസ് ആശുപത്രിയും അന്താരാഷ്ട്ര സർവകലാശാലയും ടൂറിസവും കൊണ്ട് ഇന്ത്യൻ കശ്മീർ സ്വർഗമായി മാറുമ്പോൾ തങ്ങൾ നരകത്തിലാണ് ജീവിക്കുന്നത് എന്ന് POKയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാനും പാക് നുഖത്തിന് കീഴിൽ നിന്നും രക്ഷപ്പെടാനും അവർ ആഗ്രഹിക്കുന്നു. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ഇന്ത്യൻ പാർലമെന്റ് പണ്ടേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് വൈകാതെ തന്നെ ഈ പ്രദേശം പാകിസ്ഥാന്റെ കൈകളിൽ നിന്നും പൂർണ്ണമായും നഷ്ടപ്പെടും. അതിൽ ഇനി യാതൊരു സംശയവും വേണ്ട. തോക്കിൻ മുനയിൽ നിർത്തിയ ഒരു ജനതയെ എക്കാലവും അടിമകളാക്കി വെക്കാൻ കഴിയില്ലെന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. പാക് സൈന്യത്തിന്റെ അന്ത്യകൂദശയ്ക്കാണ് ഇപ്പോൾ കശ്മീരിന്റെ മണ്ണിൽ തുടക്കമിട്ടിരിക്കുന്നത്. ബലൂചിസ്ഥാനും സിന്ധ് പ്രവിശ്യയും ഇനി കശ്മീരി ജനതയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്താകും? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? പാക് അധീന കശ്മീർ ഇന്ത്യയിലേക്ക് തന്നെ വന്നു ചേരണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം, അതോ മറിച്ചാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.